ഈ ബില്ല് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ ലീഗൽ ഒബ്ജക്ഷൻസ് കൊണ്ടുവന്നിരുന്നു. കാരണം ഒരു കാരണവശാലും ഇത് നിലനിൽക്കുന്ന ഒന്നല്ല. ഇതൊരു എക്സ്ട്രാ ബജറ്ററി ആയിട്ട് കൊണ്ടുവന്ന് പുറത്തുനിന്ന് കടമെടുക്കാൻ സമ്മതിക്കില്ല. കാരണം അത് കടമെടുപ്പിൻ്റെ പരിധിയിൽ വരും. കാരണം കടമെടുക്കുന്നത് സ്റ്റേറ്റിൻ്റെ സോവറിൻ ഗ്യാരണ്ടി വെച്ചിട്ടാണ്. സ്റ്റേറ്റിൻ്റെ ഗ്യാരണ്ടി വെച്ചിട്ട് കടമെടുക്കുന്നത് ആ കടത്തിൻ്റെ ബാധ്യത തീർക്കേണ്ടത് സ്റ്റേറ്റാണ്. അപ്പോൾ ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റും കിഫ്ബിയിൽ ഇല്ലാത്തത് കൊണ്ട് ഈ ഇൻകം കിഫ്ബിയിൽ നിന്ന് അടച്ചു പോവില്ല. അതുകൊണ്ട് അത് അവസാനം സർക്കാരിൻ്റെ ബാധ്യതയായി വരും. ഇപ്പൊ കിഫ്ബിയുടെ ഫണ്ട് എവിടെ നിന്നാണ്? കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്. മോട്ടോർ വെഹിക്കിൾ ടാക്സും പെട്രോളിയം സെസ്സും എല്ലാ വർഷവും 2000-3000 കോടി രൂപ ബാക്കി വികസന പ്രവർത്തനങ്ങൾക്ക് അല്ലാതെ നടന്നിരുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് അനുവദിക്കേണ്ടിയിരുന്ന തുകയെടുത്ത് കിഫ്ബിക്ക് കൊടുക്കുകയാണ്. കിഫ്ബി എന്നുള്ളൊരു വെള്ളാനെ വേറെ പോറ്റുമാണ് സർക്കാർ. എന്ത് അഡ്വാൻറ്റേജ് ആണ് കിഫ്ബി കൊണ്ടുണ്ടായത്? ഈ കിഫ്ബിയിൽ നടത്തിയിരുന്ന മുഴുവൻ പ്രോജക്റ്റും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ PWDക്കും ഇറിഗേഷനും ബാക്കി ഡിപ്പാർട്ട്മെന്റുകൾക്കും നടത്താമായിരുന്നു. ഞങ്ങളതാണ് പറഞ്ഞത്. 32,000 കോടി രൂപ ഇപ്പൊ എക്സ്പെൻഡിച്ചർ ഉണ്ടായി എന്ന് പറയുന്നു. അതിന്റെ ബാധ്യത മുഴുവൻ ബജറ്റിൽ തന്നെ ആയില്ലേ? അപ്പൊ അന്ന് പറഞ്ഞു ഒരു കാരണവശാൽ ടോൾ ഏർപ്പെടുത്തില്ല, ഇതിന്റെ ഇക്കണോമിക്സ് നിങ്ങൾക്ക് അറിയില്ല, ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇതിങ്ങനെ ബാധ്യത തീർന്ന് പോകും എന്ന ഒരു മായാജാല കണക്ക് പഴയ ധനകാര്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച ഓർമ്മയിൽ ഞങ്ങളുമായിട്ട് വലിയ ഡിബേറ്റാണ് നടന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഈ ഇക്കണോമിക് മോഡൽ എന്നാണ് പറഞ്ഞത്. ഈ പുതിയ ഇക്കണോമിക് മോഡൽ, അതായത് കടം മേടിച്ചിട്ട് ഈ പണി നടത്തിയിട്ട് ആ പണം ഒരു ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒന്നുമില്ലാതെ അടച്ചടച്ചു പോകുന്നതാണ് പറയുന്നത്. ഇപ്പം അത് ചെയ്യില്ല, അത് പൊളിഞ്ഞു. ഞങ്ങൾ പറഞ്ഞു കിഫ്ബി നിലനിൽക്കില്ല, കിഫ്ബി ബാധ്യതയാകും എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾക്ക് അടിവരയിടുന്ന പരിസമാപ്തിയാണ് അതിനുണ്ടായിരിക്കുന്നത്, ആ സ്ഥാപനത്തിലുണ്ടായിരിക്കുക. ഒന്നും പ്രഖ്യാപിച്ചില്ല. ബജറ്റിന്റെ ആദ്യത്തെ വാചകങ്ങൾ തന്നെ കാപട്യമല്ലേ. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു വലിയ ചേഞ്ച് ഉണ്ടായിരിക്കുന്നു. കേരളം ധനസ്ഥിതി റെഗുലറൈസ് ചെയ്തിരിക്കുന്നു, ഓക്കെ ആയിരിക്കുന്നു എന്നാണ്. എന്നിട്ടാണ് 10,000 കോടി രൂപയുടെ ബാധ്യത, കൊടുത്തു തീർക്കാനുള്ള ബാധ്യത. ഒരു കാലത്തും കേരളം ഭരിച്ച ഒരു ഗവൺമെന്റിനും ഇല്ലാത്ത ലയബിലിറ്റിയാണ് ഇവർ വരുത്തി വെച്ചിരിക്കുന്നത്. ലയബിലിറ്റി പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ഒരു വാസ്തവ വിരുദ്ധമായ സ്റ്റേറ്റ്മെൻറ്റോടുകൂടി ഒരു ബഡ്ജറ്റ് പ്രസംഗം ആരംഭിക്കുകയാണ്. അതായത് രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയാണ് ബജറ്റിനെതിരെ പ്രതിപക്ഷം. ബജറ്റിന് ആദ്യ വാചകം തന്നെ കാപട്യമാണെന്ന് പറയുന്നു. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി ശരിയെന്നാണ് ആദ്യം പറഞ്ഞത്. അതടക്കമുള്ള കാര്യങ്ങൾ കാപട്യമാണ്. കേരളത്തെ ദുരന്തത്തിന്റെ കാണാക്കയത്തിലേക്ക് തള്ളിയിട്ട് പോകുന്ന ബജറ്റ് എന്ന് വിശേഷിപ്പിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം വന്നത് കേന്ദ്ര സർക്കാരിന്റെ കടുത്ത സാമ്പത്തിക വിവേചനങ്ങൾക്കിടയിലും കഠിന പരിശ്രമങ്ങളിലൂടെ കേരളത്തിന്റെ വികസനത്തെയും കേരളീയരുടെ ജീവിതക്ഷേമത്തെയും ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന സമീപനമാണ് 25-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിൽ കേരളം സ്വീകരിച്ച് തുടങ്ങിയ കാര്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനും വരുന്നു. സ്വാഭാവികമാണ് ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ ബജറ്റ് ഏറ്റവും ഗംഭീര ബജറ്റാണെന്ന് ഭരണപക്ഷം പറയുകയും അതിന് ഭാവനാശൂന്യമായ ബജറ്റാണെന്ന് പ്രതിപക്ഷം പറയുകയും ചെയ്യുന്നത് ഇതാദ്യമല്ല. എന്തായാലും കിഫ്ബിക്കെതിരെയുള്ള ആരോപണങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നു. മാത്രമല്ല ഈ ഭൂനികുതി 50% കുത്തനെ വർദ്ധിപ്പിച്ചതിനെതിരെ സമരമടക്കം ആലോചിക്കുന്ന കാര്യം പ്രതിപക്ഷം ഇപ്പോൾ പറയുന്നുണ്ട്. എന്തായാലും ബജറ്റിന്റെ ആമുഖത്തിൽ നമ്മൾ കടന്നു വന്നുകൊണ്ടിരുന്ന കൊടിയ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ നാളുകൾ അത് കടന്നു കഴിയുന്നു എന്ന് പറയുന്നു. നമ്മൾ റിവൈവ് തുടങ്ങുന്നു എന്ന ഒരു അവകാശവാദത്തോടുകൂടിയാണ് ധനമന്ത്രി ആ ബജറ്റിന്റെ ആമുഖം തന്നെ തുടങ്ങിയത്.